ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. ഈ ജനം അല്ലാഹുവിനെ വെടിഞ്ഞ് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അങ്ങനെ അവരുടെ ബഹുദൈവ വിശ്വാസം വിജൃംഭിച്ച് അറിവില്ലാതെ അല്ലാഹുവിനെ ആക്ഷേപിക്കാൻ ഇടയാക്കും. നാം ആണെങ്കിൽ ഈ വിധം സകല ജനവിഭാഗങ്ങൾക്കും അവരവരുടെ കർമ്മം അലങ്കാരമാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നീടവർ തങ്ങളുടെ റബ്ബിങ്കലേക്ക് തിരിച്ചു വരേണ്ടവരാകുന്നു. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്തായിരുന്നുവെന്ന് അപ്പോൾ അവൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. തിരുമേനിയുടെ അനുചരന്മാരോടുള്ള ഉപദേശമാണിത്. സത്യപ്രബോധനത്തിന്റെ ആവേശത്തിൽ നിയന്ത്രണം വിട്ട് എന്തും പ്രവർത്തിക്കരുത്. വാശിയും തർക്കവും മൂത്ത് അമുസ്ലിങ്ങളുടെ ആരാധ്യന്മാരെയും ആചാര്യന്മാരെയും ആക്ഷേപിക്കുന്ന ഘട്ടത്തിലേക്ക് എത്താതിരിക്കാൻ സൂക്ഷിച്ചേ മതിയാകൂ. അല്ലാത്തപക്ഷം അവർ സത്യത്തിലേക്ക് അടുക്കുകയല്ല, അതിൽ നിന്ന് കൂടുതൽ അകലുകയാണ് ചെയ്യുക. അവരുടെ കർമ്മം അല്ലാഹു അലങ്കാരമാക്കി കൊടുത്തു എന്ന വാക്കിന്റെ പശ്ചാത്തലത്തിൽ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ച ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർക്കേണ്ടതാണ്. പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു തന്റെ സ്വന്തം പ്രവൃത്തിയായി വിശേഷിപ്പിക്കുക പതിവാണ്. കാരണം അവനാണ് ആ നിയമങ്ങളുടെ നിർമ്മാതാവ്. ആ നിയമങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്ന ഏതൊന്നും അവന്റെ കൽപ്പനപ്രകാരമാണെന്ന് പറയാം. നാം അങ്ങനെ ചെയ്തുവെന്ന് അല്ലാഹു പറയുന്നതിന് മനുഷ്യന്റെ ഭാഷയിൽ പ്രസ്താവിക്കുമ്പോൾ പ്രകൃത്യ അങ്ങനെ സംഭവിച്ചു എന്ന് പറയും. وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِن جَاءَتْهُمْ آيَةٌ لَّيُؤْمِنُنَّ بِهَا قُلْ إِنَّمَا الْآيَاتُ عِندَ اللَّهِ وَمَا يُشْعِرُكُمْ أَنَّهَا إِذَا جَاءَتْ لَا يُؤْمِنُونَ. ഈ ജനം ദൈവത്തിന്റെ പേരിൽ ദൃഢമായി ആണയിട്ടുകൊണ്ട് പറയുന്നു, അവരുടെ മുമ്പിൽ ഒരു ദിവ്യാത്ഭുത ദൃഷ്ടാന്തം പ്രത്യക്ഷമാവുകയാണെങ്കിൽ തീർച്ചയായും വിശ്വസിച്ചുകൊള്ളാമെന്ന്. പ്രവാചകൻ അവരോട് പറയണം, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലാകുന്നു. അടയാളങ്ങൾ വന്നുകഴിഞ്ഞാലും അവർ വിശ്വാസികളാവുകയില്ലെന്ന് നിങ്ങളെ എങ്ങനെ ഗ്രഹിപ്പിക്കും? ഇവിടെ ദിവ്യാത്ഭുത ദൃഷ്ടാന്തം കൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളത് ഇന്ദ്രിയ ഗോചരമായ അത്ഭുത സംഭവമാണ്. നബിയുടെ സത്യതയെയും പ്രവാചകത്വത്തെയും അംഗീകരിക്കാൻ നിർബന്ധിക്കുന്ന അമാനുഷിക സംഭവം. ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കാനോ നിർമ്മിക്കാനോ ഉള്ള ശക്തി എനിക്ക് ലഭിച്ചിട്ടില്ല. അതിനധികാരം അല്ലാഹുവിനേയുള്ളൂ. അവൻ ഇച്ഛിച്ചാൽ കാട്ടിത്തരും, അല്ലെങ്കിൽ കാട്ടിത്തരുന്നതല്ല. ഇതാണ് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലാകുന്നു എന്നതിന്റെ താൽപര്യം. ഈ സൂക്തത്തിൽ നിങ്ങളെ എങ്ങനെ ഗ്രഹിപ്പിക്കും എന്ന് ചോദിക്കുന്നത് മുസ്ലിങ്ങളോടാണ്. വഴിപിഴച്ച സഹോദരന്മാരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ദൈവികമായ ഒരടയാളം പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ വാക്കാൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾക്കെന്തറിയാം? ഇവരുടെ വിശ്വാസം ഒരു ദൃഷ്ടാന്ത പ്രകടനത്തെ ആശ്രയിച്ചു നിൽക്കുന്നതല്ല. وَنُقَلِّبُ أَفْئِدَتَهُمْ وَأَبْصَارَهُمْ كَمَا لَمْ يُؤْمِنُوا بِهِ أَوَّلَ مَرَّةٍ وَنَذَرُهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ. അവരുടെ മനസ്സുകളെയും കണ്ണുകളെയും നാം കറക്കിക്കൊണ്ടിരിക്കുകയാകുന്നു. അവർ ആദ്യവട്ടം ഈ വേദത്തിൽ വിശ്വസിക്കാതിരുന്നതുപോലെ തന്നെ അവരെ തങ്ങളുടെ ധിക്കാരത്തിൽ വിഹരിക്കാൻ വിടുകയും ചെയ്യുന്നു. അതായത് പ്രഥമഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ പ്രബോധനം കേട്ടിട്ട് വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്നതിന് കാരണമായ അതേ മനസ്ഥിതിയാണ് ഇപ്പോഴും അവരിൽ കുടികൊള്ളുന്നത്. അവരുടെ വീക്ഷണഗതിയിൽ മാറ്റമൊന്നും വന്നു കഴിഞ്ഞിട്ടില്ല. സത്യം ഗ്രഹിക്കാനും കാണാനും തങ്ങൾക്ക് തടസ്സമായിരുന്ന അതേ തലതിരിഞ്ഞ ചിന്താഗതിയും വളഞ്ഞ വീക്ഷണവും ഇപ്പോഴും അവരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. وَلَوْ أَنَّ
أننا نزلنا إليهم الملائكة وكلمهم الموتى وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون. നാം മലക്കുകളെ തന്നെ അവരിലേക്കിറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും ലോകത്തുള്ള സകല വസ്തുക്കളും അവരുടെ കൺമുമ്പിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്താൽ പോലും അവർ വിശ്വസിക്കുമായിരുന്നില്ല, വിശ്വസിക്കണമെന്ന് ദൈവേച്ഛയുണ്ടായാലല്ലാതെ. പക്ഷേ അവരിലധിക പേരും അവിവേകം സംസാരിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അള്ളാഹു മനുഷ്യവംശത്തിന് പ്രത്യേകമായി നൽകിയ സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇവർ അസത്യത്തിന്റെ മാർഗം കൈവെടിഞ്ഞ് സത്യത്തിന്റെ മാർഗം അംഗീകരിക്കുന്ന പ്രശ്നമേ ഉളവാകുന്നില്ല. ഇവരെ സത്യവിശ്വാസികളാക്കാൻ ഇനി വല്ല മാർഗവുമുണ്ടെങ്കിൽ ഇതൊന്നു മാത്രമാണ്. അള്ളാഹു മറ്റു സൃഷ്ടികളെപ്പോലെ ഇവരെയും പ്രകൃത്യാ തന്നെ സത്യമാർഗത്തിലൂടെ മാത്രം ചരിക്കുന്നവരായി സൃഷ്ടിക്കുക. എന്നാൽ അള്ളാഹു മനുഷ്യസൃഷ്ടിയിൽ ദീക്ഷിച്ച യുക്തിക്കും ലക്ഷ്യത്തിനും വിപരീതമത്രേ അത്. അതിനാൽ പ്രകൃതി അതീതമായ ഇടപെടൽ മൂലം അള്ളാഹു ഇവരെ സത്യവിശ്വാസികളാക്കി വിടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അസ്ഥാനത്താണ്. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ يُوحِي بَعْضُهُمْ إِلَى بَعْضٍ زُخْرُفَ الْقَوْلِ غُرُورًا وَلَوْ شَاءَ رَبُّكَ مَا فَعَلُوهُ فَذَرْهُمْ وَمَا يَفْتَرُونَ. ഇவ்விധം വഞ്ചനാത്മകമായ മോഹനവചനങ്ങൾ പരസ്പരം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക നരന്മാരെയും പൈശാചിക ജിന്നുകളെയും നാം എല്ലാ പ്രവാചകന്മാരുടെയും ശത്രുക്കളാക്കിയിട്ടുണ്ട്. അവരങ്ങനെ ചെയ്യരുതെന്ന് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യുമായിരുന്നില്ല. ശരി, അവരെ ഈ കള്ളം ചമയ്ക്കലിൽ തന്നെ വിട്ടേക്കുക. ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കൾ പ്രവാചകനെതിരിൽ ഏകോപിച്ച് അണിനിരന്നതിൽ പരിഭ്രമിക്കാനൊന്നുമില്ല. താങ്കൾക്കു മാത്രം അഭിമുഖീകരിക്കേണ്ടി വന്ന സ്ഥിതിവിശേഷമല്ല ഇത്. ഏതു കാലത്തും ഒരു പ്രവാചകൻ ലോകത്തിന് നേർവഴി കാട്ടാനായി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പൈശാചിക ശക്തികൾ ഒന്നിച്ചുരുമ്പിട്ടിട്ടുണ്ട്. സത്യപ്രബോധനത്തിനും സത്യപ്രബോധകനുമെതിരായി പൊതുജനങ്ങളെ ഇളക്കിവിടാൻ അവരുപയോഗിക്കുന്ന വ്യാജമുദ്രാവാക്യങ്ങളും കുതന്ത്രങ്ങളും സംശയാശങ്കകളും മറ്റുമാണ് ഇവിടെ മോഹനവാക്യങ്ങൾ കൊണ്ടുള്ള വിവക്ഷ. അതിനെയെല്ലാം പൊതുവിൽ വഞ്ചനയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സത്യത്തെ എതിർക്കാനായി സത്യവിരോധികൾ പ്രയോഗിക്കാറുള്ള അത്തരം അടവുകൾ പ്രത്യക്ഷത്തിൽ വളരെ ഫലപ്രദമായും വിജയകരമായും കണ്ടേക്കാം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവ കേവലം വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. ഇതര ജനങ്ങൾക്ക് മാത്രമല്ല, അവർക്ക് തന്നെയും അത് വഞ്ചനയാണ്. മുമ്പ് നാം നൽകിയ വിശദീകരണങ്ങൾക്ക് പുറമെ ഒരു സംഗതി കൂടി ഇവിടെ പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഇച്ഛയും അവന്റെ പ്രീതിയും ഒന്നല്ല, അവ തമ്മിൽ വമ്പിച്ച അന്തരമുണ്ട്. ഏതൊരു സംഗതിയും പ്രകടമാവുന്നത് ദൈവത്തിന്റെ ഇച്ഛയും അനുമതിയും അനുസരിച്ചാണെന്ന് പറഞ്ഞാൽ അതിൽ അവന്റെ പ്രീതിയും തൃപ്തിയുമുണ്ടെന്ന് അർത്ഥമില്ല. ആ സംഭവത്തിന്റെ ആവിർഭാവത്തിന് അവന്റെ മഹത്തായ പദ്ധതിയിൽ പഴുതുവെച്ചിട്ടുണ്ടെന്നും ആ കാര്യത്തിന്റെ കാരണങ്ങൾ അതിൽ സജ്ജീകൃതമായിട്ടുണ്ടെന്നും മാത്രമേ അതുകൊണ്ട് അർത്ഥമുള്ളൂ. വാസ്തവത്തിൽ ദൈവത്തിന്റെ അനുമതിയും ഇച്ഛയും കൂടാതെ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. മോഷ്ടാവിന്റെ മോഷണം, കൊലയാളിയുടെ കൊല, അക്രമിയുടെ അക്രമം, അവിശ്വാസിയുടെ അവിശ്വാസം, മുശ്രിക്കിന്റെ ശിർക്ക്, ഇങ്ങനെ യാതൊന്നും ദൈവത്തിന്റെ അനുമതിയോടെയല്ലാതെ സംഭവിക്കുകയില്ല. അപ്രകാരം തന്നെയാണ് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെയും ഭക്തന്റെ ഭക്തിയുടെയും സ്ഥിതി. ഒന്നും ദൈവേച്ഛയ്ക്ക് അതീതമായി നടക്കുകയില്ല. രണ്ടുതരം സംഭവങ്ങളിലും ദൈവേച്ഛ തുല്യനിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ തരത്തിൽപ്പെട്ട സംഭവങ്ങളിൽ ദൈവപ്രീതിയില്ല. രണ്ടാമത് പറഞ്ഞതിൽ ദൈവത്തിന്റെ ഇച്ഛയോടൊപ്പം അവന്റെ ഇഷ്ടവും പ്രീതിയും സമ്മേളിക്കുന്നുണ്ട്. അന്തിമ വിശകലനത്തിൽ
ഏതോ മഹത്തായൊരു നന്മയ്ക്കു വേണ്ടിയായിരിക്കും ദൈവേച്ഛ പ്രവർത്തിക്കുന്നത്. ഇരുട്ട്, വെളിച്ചം, ഗുണം, ദോഷം, നന്മ, തിന്മ എന്നീ വിരുദ്ധ ശക്തികളുടെ സംഘട്ടനത്തിൽ കൂടിയാണ് ആ മഹത്തായ നന്മയുടെ മാർഗം തെളിഞ്ഞുവരിക. ദൈവം വിവേചനാധികാരം നൽകിയ ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും നന്മ തിന്മകളിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. നന്മയെ ഇഷ്ടപ്പെടുന്നവന് അതിന്റെ പ്രവർത്തന മാർഗം സ്വീകരിക്കാം. തിന്മയെ ഇഷ്ടപ്പെടുന്നവനും അങ്ങനെ തന്നെ. ദൈവിക താൽപര്യങ്ങൾ അനുവദിക്കുന്നിടത്തോളം ആ രണ്ടു തരം പ്രവർത്തനങ്ങൾക്കും കാര്യകാരണലോകത്ത് അനുകൂലമായ സാഹചര്യം കിട്ടും. പക്ഷേ ദൈവത്തിന്റെ പ്രീതിയും ഇഷ്ടവും സുഹൃതർക്ക് മാത്രമുള്ളതാണ്. ദൈവദാസന്മാർ തങ്ങളുടെ വിവേചന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മ തെരഞ്ഞെടുക്കുകയും തിന്മ തെരഞ്ഞെടുക്കാതിരിക്കുകയും വേണം. ഇതാണ് ദൈവത്തിന് ഇഷ്ടകരം. ഇതോടൊപ്പം മറ്റൊരു സംഗതി കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യവിരോധികളുടെ എതിർ നടപടികളെപ്പറ്റി പറയുമ്പോൾ അത് തന്റെ ഇച്ഛാനുസൃതമാണ് ഉണ്ടാവുന്നതെന്ന് അള്ളാഹു പറയുക പതിവാണ്. നബിയെയും സത്യവിശ്വാസികളെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തലാണ് ആ പ്രസ്താവനയുടെ ഉദ്ദേശ്യം. ഒരെതിർപ്പും കൂടാതെ ദൈവത്തിന്റെ ആജ്ഞാനിരോധങ്ങൾ നടപ്പിൽ വരുത്തുകയെന്ന മലക്കുകളുടെ പ്രവർത്തന സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളുടെ രീതി. ദുഷ്ടജനങ്ങൾക്കും രാജ്യദ്രോഹികൾക്കുമെതിരെ അള്ളാഹുവിന് പ്രിയങ്കരമായ ജീവിത വ്യവസ്ഥയെ വിജയിപ്പിക്കാൻ സമരം നടത്തലാണ് നിങ്ങളുടെ സാക്ഷാൽ ജോലി. ദൈവദ്രോഹ മാർഗം സ്വീകരിച്ച ജനതയ്ക്ക് അള്ളാഹു തന്റെ ഇച്ഛാനുസാരം ഇവിടെ പ്രവർത്തിക്കാൻ അവസരം നൽകിയിരുന്നു. അതുപ്രകാരം തന്നെ അനുസരണത്തിന്റെയും അടിമത്തത്തിന്റെയും മാർഗം സ്വീകരിച്ച നിങ്ങൾക്കും പൂർണ്ണമായ പ്രവർത്തന സന്ദർഭം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രീതിയും പിന്തുണയും സഹായവും മാർഗനിർദ്ദേശങ്ങളും നിങ്ങളോടൊപ്പമാണ്. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളാണ്. എന്നുവെച്ച് വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരെ അള്ളാഹു തന്റെ പ്രകൃതി അതീതമായ ഇടപെടൽ മൂലം വിശ്വസിപ്പിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. ഹൃദയ മസ്തിഷ്കങ്ങളും കായിക ശേഷിയും മറ്റു സകല ഉപകരണങ്ങളും ഉപയോഗിച്ച് സത്യമാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ജിന്ന് മനുഷ്യവർഗങ്ങളിലെ പിശാചുക്കളുണ്ടല്ലോ, അവരെ അള്ളാഹു നിർബന്ധപൂർവം ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ യഥാർത്ഥമായും സത്യധർമ്മങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചവരെങ്കിൽ അസത്യപൂജകരുമായി ഉഗ്രസംഘടന നടത്തി നിങ്ങളുടെ സത്യസന്ധതയും ധർമ്മബോധവും തെളിയിക്കേണ്ടിവരും. അമാനുഷിക കൃത്യങ്ങളുടെ ശക്തി കൊണ്ട് അസത്യത്തെ തുടച്ചുമാറ്റുകയും സത്യത്തെ വിജയിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങളെക്കൊണ്ട് ആവശ്യമെന്തായിരുന്നു? ലോകത്തൊരു ചെകുത്താനുമുണ്ടാകാത്ത വിധത്തിൽ ശിർക്കും കുഫറും ഒട്ടും പ്രകടമാവാത്ത തരത്തിൽ അള്ളാഹുവിന് പ്രപഞ്ചവ്യവസ്ഥ സംവിധാനിക്കാമായിരുന്നില്ലേ? ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زين